ഇന്നിപ്പോൾ മെയിനായിട്ട് ഈ സാധനം ഉണ്ടാക്കാനാണ് അടുക്കളയിൽ കയറിയിട്ടുള്ളത്. ബ്രെഡ് എഗ് പപ്സ് ഉണ്ടാക്കി വരുമ്പോൾ ഇത് പപ്സ് ആവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേരിട്ട് വിളിക്കേണ്ടി വരും എന്നുള്ള നമുക്ക് ലാസ്റ്റ് കാണാം. വെറൈറ്റിക്ക് വേണ്ടി ബ്രെഡൊക്കെ എറിയുമ്പോൾ സൂക്ഷിച്ചും കണ്ടറിയാം. മിസൈൽ വിട്ടമാരി വിട്ടാൽ ഇതിന്റെ ബ്രെഡ് വീണ മാതിരി അവിടെ കിടക്കും. ഇനി പരിപാടിയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ആവശ്യത്തിനുള്ള കോഴിമുട്ട എടുത്തിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം. മസാല റെഡിയാക്കാൻ വെളിച്ചെണ്ണയിൽ ഉപ്പിട്ടിട്ട് സവാള ഒന്ന് വഴറ്റിയെടുക്കാം. ജിഞ്ചർ ഗാർലിക് പച്ചമുളക് ചതച്ചതിട്ട് കൊടുക്കും. ലേശം മഞ്ഞപ്പൊടി, ഗരം മസാല, കുറച്ച് പെരിഞ്ചീരകം, കുറച്ചുകൂടെ കശ്മീരി മുളക് പൊടി ഇട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ അധികം വേവരുത്, കുറച്ച് കഴിയുമ്പോൾ ഒന്ന് കുരുമുളക് പൊടി ഇട്ടൊന്ന് സെറ്റാക്കി വെക്കാം. ഇനി മെയിൻ സാധനമായിട്ടുള്ള ആദ്യം വേണമെന്ന് പറഞ്ഞ സാധനമാണ് ഈ ബ്രെഡ്. അതെടുത്തിട്ട് അതിന്റെ എഡ്ജസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് ഇതുപോലെ പരത്തിയെടുക്കണം, ഈ കാണുന്ന പോലെ. എന്നിട്ട് മസാല വെച്ചിട്ട് നമ്മുടെ പുഴുങ്ങിയെടുത്ത മുട്ടയും കൂടി വെച്ചിട്ട് നമുക്ക് അടുത്ത മെയിൻ പരിപാടിയാണ് ഇതിന് ആ ഷേപ്പിലേക്ക് ഒന്ന് ആക്കി എടുക്കാന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനെ പപ്സ് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇനിയാണ് ഈ കഥയിലെ ട്വിസ്റ്റ് വരുന്നത്. ഇത്രയും നേരം എല്ലാം സിമ്പിൾ ആയിക്കൊണ്ട് ചെയ്തിരുന്നു ഞാൻ. എത്ര നേരം ഇതിമ്മ കെട്ടി പറഞ്ഞിട്ടും ഇതിന് ആ ഒരു ഷേപ്പിലേക്ക് ആക്കി എടുക്കാൻ എനിക്ക് പറ്റുന്നില്ല. കാരണം ഒരു സൈഡ് ഒട്ടി വരുമ്പോൾ മറ്റേ സൈഡ് ഇങ്ങനെ പൊളിഞ്ഞു പോരുകയാണ്. ഇതിന് ബ്രെഡിന്റെ പ്രശ്നമാണോ അതോ ഞാൻ പരത്തേന്റെ പ്രശ്നമാണോ അതോ എന്റെ പ്രശ്നമാണോ എന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ കൂടുതലൊന്നും ആലോചിച്ചില്ല. ഉള്ളതിൽ കുറച്ച് നല്ല ഷേപ്പ് ഉള്ളതിനടുത്ത് അങ്ങോട്ട് പൊരിച്ചു. ഏകദേശം ഒരു പപ്സിന്റെ ഒരു ചായക്കാച്ചിലൊക്കെ വന്നിട്ടുണ്ട്. സംഭവം ഒന്ന് സെറ്റ് ആയതിന്റെ അഹങ്കാരത്തിൽ ഷോടാൻ നോക്കിയതാണ്. അത് കയ്യിലെടുത്ത് നോക്കിയപ്പോത്തിനും അതേ കിടക്കുന്നു, പൊളിഞ്ഞങ്ങോട്ട് പോകുന്നു. സോ നമ്മൾ ട്രാക്ക് ഒന്ന് മാറ്റി പിടിച്ചു. നമ്മൾ ഇതിനെ ഉരുട്ടി അങ്ങോട്ട് എടുത്തിട്ട് പുതിയൊരു ഡിഷാക്കി. ഇനിയിപ്പം ഇതിന് എന്ത് പേരിട്ട് വിളിക്കുന്നത് നിങ്ങൾ പറഞ്ഞോളി.